CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഔപചാരിക തുടക്കമാവുകയാണ്. അവിടെ പ്രകാശ് കാരേട്ട് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുന്നു. തത്സമയം the struggle against the Hindutva corporate regime, the struggle for democracy, the struggle to defend secularism and federalism in our country. And it is in Kerala that it is Kerala that has the distinction of having the only left-led government in India, the LDF government. And under the leadership of Comrade Pinarayi Vijayan, the Chief Minister, the LDF government has blazed a record in striving for implementing alternative policies as against the neoliberal and communal policies pursued by the central government. Therefore, this state conference in Kollam will be looked upon with great interest by not only the entire party membership, the supporters of the CPIM, but all left and democratic forces in the country, because they recognize that a strong Communist Party of India, Marxist in Kerala, the advance of the LDF government here are essential for the overall fight for democracy, secularism, and federalism in our country. വർത്തമാനകാല സാഹചര്യത്തിൽ കേരളത്തിലെ പാർട്ടി ഘടകം രാജ്യത്തെ പാർട്ടി നയം നടപ്പിലാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലാണ് നിൽക്കുന്നത്. ഹിന്ദുത്വ കോർപ്പറേറ്റ് ആധിപത്യ സംവിധാനത്തിനെതിരെ ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. കേരളം വ്യത്യസ്തമായൊരു അനുഭവമുള്ള പ്രദേശമാണ്. ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ സർക്കാർ കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത്. സഖാവ് പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയായി നേതൃത്വം നൽകുന്ന സർക്കാർ ഈ രാജ്യത്തെ നവ ഉദാരവൽക്കരണ വർഗീയ നയങ്ങൾക്കെതിരെയുള്ള ബദൽ സമീപനമാണ് പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ പാർട്ടി അംഗങ്ങൾ മാത്രമല്ല, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ, ജനാധിപത്യവാദികൾ എല്ലാവരും വലിയ താല്പര്യത്തോടെ ഈ സമ്മേളനത്തെ ശ്രദ്ധിക്കുന്നത് ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ കൂടിയാണ്. അവർ തിരിച്ചറിയുന്നുണ്ട് കേരളത്തിൽ ശക്തമായ പാർട്ടി എന്നുള്ളത്, ശക്തമായ CPIM കേരളത്തിൽ ഉണ്ടാകേണ്ടതും അത് LDF മുന്നേറ്റത്തിന് അനിവാര്യമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏകോപിതമായ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും ഫെഡറലിസത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ അനിവാര്യമായ മുന്നുപാധിയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെയും ഈ സർക്കാരിനെയും പാർട്ടിയെയും ശക്തിപ്പെടുത്തുകയുമുള്ളത്. As you all know, the 24th Congress of our party is being held a few weeks away from now at Madurai from the 2nd to the 6th of April. As it is the practice in our party, we have prepared a draft political resolution which has been circulated within the party, and it is being discussed at all levels of the party. And it is this political tactical line which will be taken up and adopted in the party congress, which will give us the future direction for our work and activities. Along with this draft political resolution, the party central committee has also prepared a political review report which is reviewing the work we have done in implementing the political tactical line from the previous Congress, the 23rd Congress, which was held in Kannur. So both these documents are now under discussion in the entire party, and we are confident that all these discussions will help us to arrive at a correct political tactical line for the coming days. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചുരുങ്ങിയ ആഴ്ചകൾക്കുള്ളിൽ പാർട്ടിയുടെ 24ാം കോൺഗ്രസ് ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ വെച്ച് നടക്കുകയാണ്. പാർട്ടിയുടെ പ്രവർത്തന രീതി അറിയാവുന്നവർക്ക് വ്യക്തമാക്കുന്നതുപോലെ
നമ്മുടെ പാർട്ടിയുടെ കരട് രാഷ്ട്രീയ പ്രമേയം ഇപ്പോൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിതരണം ചെയ്തിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ അടവ് നയം ഈ ചർച്ചകളുടെ എല്ലാം തുടർച്ചയിൽ പാർട്ടി കോൺഗ്രസ് അന്തിമ രൂപം നൽകും. പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെയും പോരാട്ടത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഭാവി ദിശയെ ഈ രാഷ്ട്രീയ അടവ് നയമായിരിക്കും നിർണയിക്കുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഈ രാഷ്ട്രീയ പ്രമേയത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ വിലയിരുത്തൽ റിപ്പോർട്ട് ഇത്തവണ ചർച്ച ചെയ്ത് പാർട്ടിയിലാകെ ചർച്ചയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂർ ചേർന്നപ്പോൾ അംഗീകരിച്ച രാഷ്ട്രീയ അടവ് നയം അത് പ്രായോഗികമാക്കുന്നതിന്റെ അനുഭവങ്ങളാണ് ഈ രാഷ്ട്രീയ വിലയിരുത്തൽ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത്. ഈ രണ്ട് രേഖകളും പാർട്ടിയിലാകെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ശരിയായ രൂപത്തിൽ ഭാവിയിലെ രാഷ്ട്രീയ നയം ആവിഷ്കരിക്കുന്നതിന് അത് സഹായകരമായിരിക്കുമെന്നുള്ളത്. When we decided on the holding of the 24th Party Congress and the timetable in preparation for this Congress, Comrade Sitaram Yechuri was CPM സംസ്ഥാന സമ്മേളനത്തിന് ഔദ്യോഗിക തുടക്കമാവുന്നു. അവിടെ പ്രകാശ് കാരാട്ട് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയാണ്.